ഫെബ്രുവരി 15 വ്യാഴാഴ്ച. ലൂക്ക 9:22 മുതൽ 25 വരെ വാക്യങ്ങൾ. ഓരോ യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള കുരിശുകളുണ്ട്. ഒന്ന്, യേശു സഹിച്ച് മരിക്കുകയും ചെയ്ത കുരിശ്. രണ്ടാമത്തേത്, നാം കഷ്ടപ്പെട്ട് സ്വയം മരിക്കേണ്ട കുരിശ്. യേശുവിനെ സ്വീകരിക്കുന്നത് സൗജന്യമായിട്ടാണ്. നിത്യജീവൻ എന്ന അവൻ്റെ സൗജന്യ സമ്മാനം നാം സ്വീകരിച്ചാൽ മതി. എന്നിരുന്നാലും അത് ചെയ്യുന്നതിന് നാം അനുതപിക്കുകയും നമ്മുടെ സ്വന്തം വഴിയിൽ നിന്ന് അവൻ്റെ വഴിയിലേക്ക് തിരിയുകയും അവനെ അനുഗമിക്കുകയും വേണം. യേശുവിനെ അനുഗമിക്കുന്ന പാത എപ്പോഴും ഈ ലോകത്തിൽ സഹനങ്ങളിലൂടെയും മരണത്തിലൂടെയും കടന്നു പോകുന്നു. നാം അവൻ്റെ കുരിശോ നമ്മുടെ കുരിശോ ഒഴിവാക്കുകയാണെങ്കിൽ നാം സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷത്തെ കൃത്യമായി പ്രതിനിധീകരിക്കുന്നില്ല. കഷ്ടപ്പാടിലൂടെയാണ് നാം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്. മഹത്വവും ബഹുമാനവും സമൃദ്ധമായി നമ്മുടെ വഴി വരും. പക്ഷേ അത് കുറുക്കു വഴിയിലൂടെയല്ല. ഇന്നത്തെ സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കുമെന്നും ദേവാലയത്തിലെ അധികാരികളാൽ തിരസ്കരിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ യേശുവിനെ അനുഗമിക്കുന്നത് എളുപ്പമല്ലെന്ന് യേശു അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അപകടങ്ങളും ഭീഷണികളും ഉണ്ടാകും. അവർ അവനെ അനുഗമിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും, എല്ലാ ദിവസവും അവർ തങ്ങളുടെ കുരിശുകളെടുത്ത് അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരണം. തന്നെ അനുഗമിക്കുന്നതിലൂടെ അവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തു. എന്നിരുന്നാലും അപകട സാധ്യതകൾ അവർ അറിഞ്ഞിരിക്കണമെന്നും യേശു ആഗ്രഹിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് യേശു ഇന്ന് നമ്മോടും പറയുന്നത്. നമ്മുടെ ഈ ലോകത്ത് നമ്മളും അവൻ്റെ ശിഷ്യന്മാരാണ്. അപകടങ്ങൾ യഥാർത്ഥവുമാണ്. നാം സ്വയം പ്രതിജ്ഞാബദ്ധരായി യേശുവിനെ അനുഗമിച്ചാൽ അത് ചിലപ്പോൾ എളുപ്പമുള്ള പാതയായിരിക്കുകയില്ല. ധാരാളം അനുഗ്രഹങ്ങളുണ്ടാകും, പക്ഷേ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. എന്നാൽ എല്ലായ്പ്പോഴും യേശു നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ നമ്മോടുകൂടെ നടക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും അവൻ്റെ സമാധാനം നമുക്ക് നൽകുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം സഹിക്കുന്നതും നഷ്ടപ്പെടുത്തുന്നതും ജീവിത പുസ്തകത്തിലെ ഒരിക്കലും നഷ്ടമാകില്ല. അതുകൊണ്ടാണ് ആവിലായിലെ വിശുദ്ധ തെരേസ പറയുന്നത്, കഷ്ടപ്പാടുകൾ ശുദ്ധീകരണത്തിൻ്റെ ഉറവിടമാണ് എന്ന്. കാൽവരിയിലെ കുരിശിനോട് ചേർന്ന് നമ്മുടെ ഹൃദയവേദനകളും തകർച്ചകളും നാം ദിവസവും അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നങ്ങളും നൽകുമ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാനത്തിലും അതിലുപരി രക്ഷാപ്രവർത്തനത്തിലും നാം ഐക്യപ്പെടുന്നു. തീർച്ചയായും എത്ര പണം നൽകിയാലും നമുക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കില്ല.
നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഠിനാധ്വാനം ചെയ്യണം. ഭൗതിക നേട്ടങ്ങൾക്കായി ഒരിക്കലും നിത്യജീവൻ കൈമാറാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.